പിന്നെയോ ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ. ലജ്ജാവതി എന്നൊക്കെ പാട്ടൊക്കെ പാടി നടക്കും. ലജ്ജ എന്ന് പറഞ്ഞാൽ അത് സവിശേഷമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താ ഈ ലജ്ജ? നമ്മൾ പറയില്ല ഒരു ലജ്ജയുമില്ലാതെ. ഒരു ട്രാഫിക് ലൈറ്റ് വന്നു, സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നലിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് അങ്ങനെ നിർത്തി സിഗ്നൽ വരുമ്പോൾ കടന്നു പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആളുടെ നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പിനെ പറയുന്നതാണ് ലജ്ജയില്ലാതെ നിൽക്കുന്നു എന്ന്. അതെ, അപരനെ ദ്രോഹിക്കുന്നതിൽ യാതൊരു മടിയും കൂടാതെ നമ്മുടെ ഒരു പെരുമാറ്റമുണ്ടല്ലോ, അതിനെയാണ് ലജ്ജ എന്ന് പറയുക. അതുണ്ട് എങ്കിൽ നമ്മൾ അങ്ങനെ പെരുമാറില്ല. നാരായണ ഗുരുദേവൻ പറയും, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ലജ്ജ ഹ്രീ ഉണ്ടെങ്കിൽ അതുണ്ടാകും. ലജ്ജ ഹ്രീ. മൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തമായിട്ടുള്ളത്, ഒരു രൂപം തന്നെ മൂർത്തി. ഈ 13 പേരാണ് ആരുടെ? ധർമ്മൻ്റെ സന്തതികൾ, എന്താ പറയുക, ഭാര്യമാർ. അപ്പോൾ ഈ ധർമ്മത്തിന് ഈ 13 വിശിഷ്ടങ്ങളായിട്ടുള്ള ഗുണങ്ങളും ഇത് നമ്മളിലുണ്ടെങ്കിലോ ഈ ധർമ്മവും ഈ 13 ഭാര്യമാരുമായിട്ട് ചേരുമ്പം അതിൽ സന്തതികളുണ്ടാവും. ഈ 13 പേരിൽ 14 സന്തതികൾ ഉണ്ടായിട്ടുണ്ട് ധർമ്മൻ. ആ സന്തതികളുടെ പേരുകൾ കേൾക്കണ്ടേ? അതിവിശിഷ്ടമാണ് പേരുകൾ. പറയുന്നു, ശ്രദ്ധാസുത ശുഭം മൈത്രി. ശ്ലോകമായിട്ട് തന്നെ ഉണ്ട്, ഇതൊന്നും സന്ദീപാനന്ദഗിരി പടച്ചുണ്ടാക്കിയതല്ല. ശ്രദ്ധാസുത ശുഭം മൈത്രി പ്രസാദം അഭയം ദയ ശാന്തിസുഖം മുദം തുഷ്ടി സ്മയം പുഷ്ടിരസൂയത യോഗം ക്രിയോന്നതിർധർപ്പമർത്ഥം ബുദ്ധിരസൂയത മേധാസ്മൃതിം തിദിക്ഷാതു ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം. ഓരോരുത്തരിലുണ്ടായ സന്തതികൾ. കാരണം നമ്മുടെ വാക്ക് നമ്മുടെ സന്തതിയാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി നമ്മുടെ സന്തതിയാണ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴം കഴിച്ച് തൊലി പുറത്തേക്ക് ഇടുന്നത് നിങ്ങളുടെ ഒരു സന്തതിയാണ്. ആ സന്തതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത്. ഈ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പഴം ഒരാൾ കഴിച്ചിട്ട് തൊലി എറിഞ്ഞപ്പോൾ അത് ഒരു ബൈക്കുകാരൻ്റെ തലയിൽ പോയിട്ട് അത് ഹെൽമെറ്റിൻ്റെ മുകളിൽ പറ്റി നിൽക്കുക. അയാളിങ്ങനെ നോക്കുന്നുണ്ട്, എന്താ മൂപ്പർക്ക് പിടികിട്ടിയില്ല. കണ്ടിട്ട് കുറച്ച് പേര് ചിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അതിനല്ലേ പറ്റുള്ളൂ. ആ ബസ്സിൽ നിന്ന് തന്നെ ചിലർ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ്. ഉള്ളിൽ ഈ സാധനം ഉണ്ടെങ്കിൽ, ഈ 13 പേരുണ്ടെങ്കിൽ, പുറത്ത് നമ്മൾ പലതും പുറത്ത് കാണുന്നതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടങ്ങളായിട്ടുള്ള പലതുമാണ്. അതെന്താ? പലരുടെയും സന്തതികളാണ്, പലരുടെയും മക്കളാണ്. എങ്ങനെയുള്ള മക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തിൻ്റെ സന്തതികളാണ്. ആ അധർമ്മത്തിൻ്റെ സന്തതികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടാവും? ഈ തരത്തിലുള്ള പലതും. നമ്മൾ എവിടെയൊക്കെ സമൂഹത്തിൻ്റെ അസ്വസ്ഥതകളെ കാണുന്നുവോ അവരുടെയൊക്കെ ഉള്ളിൽ വരിച്ചിരിക്കുന്നത് ധർമ്മമല്ല. പിന്നെയോ ഇവിടെ കല്യാണം വേറൊരാളുടെ വരുന്നുണ്ട്, അധർമ്മൻ്റെ വിവാഹം, അത് കണക്കെടുത്തിട്ടില്ല. ഈ വിവാഹമാണ് ഭാഗവതത്തിൽ 3 പ്രാവശ്യം കേൾക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ രുക്മിണി സ്വയംവരം അല്ല. നമ്മളെ സംബന്ധിച്ച് രുക്മിണി സ്വയംവരത്തിന് പുടവ് പൂജിക്കുന്നതിലാണ് താല്പര്യം. അധർമ്മൻ എന്ന് പറയുന്ന ഒരാൾ വിവാഹമുണ്ട്. ഭാഗവതകാരൻ പറയുന്നത് അത് 3 ആവർത്തി കേൾക്കണമെന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഭാഗവതത്തിൽ അത് കേട്ടിട്ടുണ്ടോ എന്ന് സ്വാമിക്ക് സംശയമാണ്. ഒറ്റ വിവാഹേ അധർമ്മം കഴിച്ചിട്ടുള്ളൂ, അത് മതി, നഞ്ഞെന്തിന് നന്നാഴി എന്ന് പറയും. അപ്പം ആരൊക്കെയാണ്? ശ്രദ്ധാസുത ശുഭം മൈത്രി. ശ്രദ്ധ പ്രസവിച്ചത് ആരെയാണ്? ശുഭത്തെയാണ്. അപ്പം നോക്കൂ, ധർമ്മവും ശ്രദ്ധയും ചേരുമ്പം, ധർമ്മവും ശ്രദ്ധയും ചേർന്നാൽ ശുഭം ഉണ്ടാവും. അതല്ല അധർമ്മവും ശ്രദ്ധയും ചേർന്നാലോ? ശ്രദ്ധ പലതിനും ചേരും. അധർമ്മിക്കും ശ്രദ്ധയുണ്ട്. എന്തിൽ? അധർമ്മ പ്രവർത്തനങ്ങളിൽ. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുക എന്നുള്ളത് അവർക്ക് ശ്രദ്ധയില്ലേ? തീർച്ചയായിട്ടും
അവരുടെ ശ്രദ്ധയാണ് പോലീസിൻ്റെ കണ്ണൊക്കെ വെട്ടിച്ച് ആ സംവിധാനങ്ങളെ മുഴുവൻ തകിടം മറിച്ച് ആ ഒരു വലിയ കൂറ്റൻ സൗധത്തെ ഇടിച്ച് തകർക്കുന്നത്. അവിടെ ശ്രദ്ധയുണ്ട്. പക്ഷേ ശുഭത്തെയാണോ അത് സന്തതിയായിട്ടുണ്ടായത്? അല്ല, അശുഭമാണ്. അപ്പോൾ ആ ശ്രദ്ധ ഏതുമായിട്ടാണ് ചേർന്നത്? ധർമ്മവുമായിട്ടാണോ? അല്ല, അധർമ്മവുമായിട്ടാണ്. അപ്പം ശ്രദ്ധ അധർമ്മവുമായി ചേർന്നാൽ ശുഭം ഉണ്ടാവില്ല, അശുഭന ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധയും ധർമ്മവും ചേർന്നപ്പോൾ എന്തുണ്ടായി? ശുഭം സന്തതിയായിട്ടുണ്ടായി. അപ്പം ശുഭം എന്ന സന്തതി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം ഈ ധർമ്മത്തിൻ്റെ 13 പത്നിമാരിൽ ആദ്യത്തെ പത്നിയായിട്ടുള്ള ശ്രദ്ധയെ വരിക്കണം. ഇതൊരു ഗംഭീര പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മനഃശാസ്ത്രം നിങ്ങൾക്ക് പിടികിട്ടിയാൽ സൊസൈറ്റി, അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്ന് പേര് കൊടുത്തത്. മനുഷ്യ നിർമ്മാണ കല, അല്ലാതെ യുദ്ധകലയല്ല അത്. ഓരോ ഗീതയുടെ ഓരോ അധ്യായം അവസാനിക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്നാണ്. യുദ്ധശാസ്ത്രേ എന്നല്ല. യുദ്ധത്തിൻ്റെ തന്ത്രം പഠിക്കാൻ ഏറ്റവും പറ്റിയ ആളാരാണെന്നറിയോ? ഹിറ്റ്ലറാണ്, കൃഷ്ണനല്ല. അത് ഹിറ്റ്ലറാണ്. കൃഷ്ണനിൽ നിന്ന് അത് പഠിക്കരുത്. കൃഷ്ണനിൽ നിന്ന് അതില്ല. കാരണം കൃഷ്ണൻ്റെ കയ്യിൽ ആയുധമേ ഇല്ല. നിരായുധനായിട്ടാണ് വന്നു നിന്ന്. മൂപ്പരുടെ സൈന്യമൊക്കെ ദുര്യോധനാണ് കൊടുത്ത് എടുത്തോളാൻ പറയും. അപ്പോൾ ശ്രദ്ധയിൽ നിന്ന്, ശ്രദ്ധയുടെ പുത്രനായിട്ട് ആര്? ശുഭൻ. മൈത്രിയിൽ നിന്ന് ആരുണ്ടായി? മൈത്രിയും ധർമ്മവും തമ്മിൽ പ്രസാദമുണ്ടായി. മൈത്രി എന്ന് പറഞ്ഞാൽ കൂട്ട്. അപ്പോൾ ഈ മൈത്രി, സാഹോദര്യം, നിങ്ങളുടെ സൗഹൃദം ധർമ്മവുമായിട്ടാണെങ്കിലോ അതിലെന്തുണ്ടാവും? പ്രസാദം ഉണ്ടാവും. അതല്ല നിങ്ങളുടെ കൂട്ടുകെട്ട് സരിതയും ബിജു രാധാകൃഷ്ണനുമായിട്ടാണെങ്കിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. ഇന്ന് അതുകൊണ്ടാണല്ലോ പലരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല എന്ന് പറഞ്ഞത്. ബന്ധം എന്ന് പറഞ്ഞാൽ എന്നെയൊന്നും ഫോണിൽ വിളിച്ചിട്ടില്ല പലരും പറയുന്നത്. കാരണം എന്താ? അത്തരം ബന്ധങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഇപ്പോൾ സ്വാമിക്ക് ഇവരെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാലും നമ്മൾ കേൾക്കുന്നു വാർത്താ മാധ്യമത്തിലൂടെ അവിടെ അധർമ്മം നടന്നു എന്ന്. അപ്പം മൈത്രി ധർമ്മവുമായിട്ടല്ല അധർമ്മവുമായിട്ട് മൈത്രി ഉണ്ടായാൽ അതിൽ പ്രസാദം ഉണ്ടാവുമോ? ഇല്ല. ധർമ്മവുമായിട്ട് മൈത്രി ഉണ്ടാവുമ്പോൾ ആത്യന്തികമായിട്ട് പ്രസാദം ഉണ്ടാവും. അപ്പോഴേ പ്രസാദം ഉണ്ടാവൂ. പിന്നെയോ ദയയിൽ അഭയനുണ്ടായി പുത്രനായിട്ട്. ആരുമായിട്ട്? ധർമ്മവും ദയയും ചേരുമ്പം അഭയമുണ്ടായി. ശാന്തിയിൽ സുഖനുണ്ടായി പുത്രനായിട്ട്. ശാന്തിയും ധർമ്മവും ചേരുമ്പോൾ സുഖം ഉണ്ടാവും. ശാന്തിയും അധർമ്മവും ചേർന്നാൽ ഒരിക്കലും സുഖം ഉണ്ടാവില്ല. അശാന്തസ്യ കുതസുഖം എന്ന് ഗീത ചോദിക്കും. അതുപോലെ തുഷ്ടിയിൽ നിന്ന് മോദമുണ്ടായി, പുഷ്ടിയിൽ നിന്ന് സ്മയനുണ്ടായി, ക്രിയയിൽ നിന്ന് യോഗനുണ്ടായി, ഉന്നതിയിൽ നിന്ന് ദർപ്പനുണ്ടായി, ബുദ്ധിയിൽ നിന്ന് അർത്ഥനുണ്ടായി, മേധയിൽ നിന്ന് സ്മൃതിയുണ്ടായി, തിദിക്ഷയിൽ നിന്ന് ക്ഷേമനുണ്ടായി, ഹ്രിയിൽ നിന്ന് പ്രശ്രയൻ എന്ന പുത്രനുണ്ടായി. പിന്നെയോ മൂർത്തിയിൽ നിന്ന് നരനും നാരായണനും ഉണ്ടായി. ഒരു ഭാര്യയ്ക്ക് മാത്രം, മൂർത്തിക്ക് മാത്രം 2 കുട്ടികൾ, ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ സന്തതികൾ എന്ന് പറഞ്ഞാൽ നരനാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷമായ രൂപം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മളായിരിക്കുന്ന ഈ സ്ഥൂല രൂപത്തിലിരിക്കുന്ന നമുക്ക് സൂക്ഷ്മങ്ങളായിട്ടുള്ള നമ്മുടെ വാക്കുകളായും ചിന്തകളായും കർമ്മങ്ങളായും ഉണ്ടായിരിക്കേണ്ടുന്ന ഈ 13 സന്തതികൾ, അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതാണ് നമ്മുടെ വ്യക്തിബന്ധത്തിൽ സമൂഹജീവി എന്ന നിലയിൽ നമ്മളെ ഏറ്റവും ഉദാത്തമാക്കുന്നത്. എന്നാൽ വളരെ വേഗത്തിൽ സ്വാമി ഈ അധർമ്മൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാം. അടുത്തതിൽ കാണാം. ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 2, 3, 4, 5 ശ്ലോകങ്ങൾ അധർമ്മൻ്റെ ഭാര്യയാണ്. മൃഷാധർമ്മ ഭാര്യാസീത് ദമ്പം മായാം ച ശത്രുഹൻ അസുതമിഥുനം തത്തു നിരുർദിർ ജഗൃഹേ അപ്രജ. മൃഷ എന്നതാണ് അധർമ്മൻ്റെ ഭാര്യ. അധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ധർമ്മമല്ലാത്തത്. മൃഷ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണയെ വരിച്ചു. ആര്? അധർമ്മൻ.
തെറ്റിദ്ധാരണ ഒരാൾ വരിച്ചുവെങ്കിൽ പിന്നെ രക്ഷയില്ല. അതിൽ ദമ്പം മായാം ച ശത്രുഹൻ, ദമ്പമെന്നും മായയെന്നും കുട്ടികളുണ്ടായി, 2 കുട്ടികളുണ്ടായി. അസുത മിഥുനം തത്തു നിരുതിർ ജഗൃഹേ അപ്രജ. നിരുതി അപ്രജയായിരുന്നു, അവൾക്ക് സന്തതിയില്ലായിരുന്നു. അവൾ ഈ സന്തതികളെ വളർത്തി. ആരായി? നിരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരുതി എന്ന് പറഞ്ഞാൽ നാശം എന്നാണ്. അപ്പം നാശത്തിന് സന്തതിയില്ല. എന്ത് ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണേ. നാശത്തിന് സന്തതിയില്ല. നാശം ഈ കുട്ടികളെ ദത്തെടുത്ത് വളർത്തി. ആരുടെ മക്കളെ? അതായത് തെറ്റിദ്ധാരണയുടെ മക്കളെ. ആരാ ഭർത്താവ്? അധർമ്മൻ. അപ്പം അധർമ്മൻ്റെ ഭാര്യയുടെ പേര് തെറ്റിദ്ധാരണ. നിങ്ങൾ തെറ്റിദ്ധാരണയെ വരിച്ചോ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സന്തതി ഉണ്ടാവും. ആ സന്തതിയെ നിങ്ങളല്ല വളർത്തുക, നാശമാണ് അവരെ തീറ്റിപ്പോറ്റുക. പോരെ? അതാണല്ലോ നമ്മളിപ്പോഴും പറയുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. നോക്കൂ കേട്ടോ, നീ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് ഒരക്ഷരം പറയണ്ട. ഇതാണ് പലരും. തെറ്റിദ്ധാരണയെ വരിച്ചോ പിന്നെ നാശം ഉറപ്പാണ്. കാരണം നാശം അവിടെ സന്തതികളെ വളർത്താൻ തുടങ്ങി. അവൾക്ക് കുട്ടികളില്ല. അവൾ മറ്റു കുട്ടികളെ മുഴുവൻ എന്തു ചെയ്യും? ഇങ്ങനെ പോറ്റി വളർത്തിക്കോളും. ഗംഭീര ഉദാഹരണമാണ്. അപ്പം അപ്രജയായിട്ടുള്ള പ്രജകൾ, സന്തതികളില്ലാത്ത അവൾ എന്തു ചെയ്തു? ഈ തെറ്റിദ്ധാരണയുടെയും അധർമ്മൻ്റെയും സന്തതികളെ വളർത്താൻ തുടങ്ങി. എന്നിട്ടോ അവരെ തമാമിൽ വിവാഹം കഴിപ്പിക്കാൻ തുടങ്ങി. അവർ വിവാഹം കഴിച്ചു. തയോ സമഭവല്ലോഭോ നികൃതിശ്ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാച്ച യദ്ദുരുക്തി സ്വസാ കലി. പോരെ? അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ എന്തുണ്ടായി? ലോഭ നികൃതി, ലോഭവും നികൃതിയും. താഭ്യാം ക്രോധശ്ച ഹിംസാച്ച, ക്രോധവും ഹിംസയും. ദേഷ്യം, ഹിംസ, നശീകരണ പ്രവർത്തനങ്ങൾ, കൊല്ലൽ, അടിക്കൽ, ഇതൊക്കെയാണ് അവരുടെ സന്തതികൾ. ആ സന്തതികളുണ്ടായി. കലി, സ്വസ, ദുരുക്തീച്ച്, പിന്തിരിയൽ, അപമാനം, ശാപം ഇത്യാദികൾ. അതിലോ ദുരുക്തൗ കലിരാധത്തെ ഭയം മൃത്യും ച സത്തമ തയോശ്ച മിഥുനം ജജ്ഞേ യാതന നിരയസ്തത. കലി, ഭിയം, മൃത്യും. കലി, കലഹം ഉണ്ടാക്കുക. അതുപോലെ ഭീതി, ഭയം, മൃത്യു, മരണം. ഇതാണ് സന്തതികൾ. ഓരോരോ സന്തതികൾ ഉണ്ടാകുന്നു, മിഥുനങ്ങൾ. അത് പരസ്പരം വിവാഹം കഴിക്കുന്നു. അവസാനം യാതന നിരയ. യാതന നഷ്ടം, നിരയം നഷ്ടം, കഷ്ടം. ഇതാണ് ആ സന്തതി പരമ്പരയുടെ അവസാനം. ഇങ്ങനെ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തെറ്റിദ്ധാരണയെ നാം വരിക്കുന്നു. ആ തെറ്റിദ്ധാരണ നമ്മുടെ കൂടെ ചേരുമ്പോൾ അറിയുക നമ്മൾ അധർമ്മനാണ്. ഈ അധർമ്മനോടെ തെറ്റിദ്ധാരണ ചേരും. പിന്നെ അതിൽ സന്തതികൾ ഉണ്ടാകും, ക്രോധവും കലിയും ഹിംസയും ഒക്കെ. അതിനെയൊക്കെ വളർത്തുന്നത് ആരാണ്? കുട്ടികളില്ലാത്ത ഈ നാശമാണ് അതിനെ വളർത്തുക. എന്നിട്ട് പറയുന്നു ഇതിൻ്റെ അവസാനത്തിൽ, സംഗ്രഹേണ മയാഖ്യാത പ്രതിസർഗസ്തവാനക ത്രിശ്രുത്വ ഏതത് പുമാൻ പുണ്യം വിധുനോതി ആത്മനോമലം. എന്നാൽ പറയപ്പെട്ടിരിക്കുന്ന, സംഗ്രഹിച്ച് ഞാൻ പറയപ്പെട്ടിരിക്കുന്ന, മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നാൽ പറയപ്പെട്ടിരിക്കുന്ന ഇത് എന്താണ്? പ്രതിസർഗം, നാശത്തിന് കാരണമായിരിക്കുന്നതിനെ ത്രിശ്രുത്വ ചെയ്തത് 3 ആവർത്തി പുമാൻ ഏതൊരു മനുഷ്യനാണോ കേൾക്കുന്നത്, പുണ്യം വിധുനോതി ആത്മനഃ അമലം. ആത്മാവിനെ, നമ്മളെ ബാധിച്ചിരിക്കുന്ന മാലിന്യത്തെ കഴുകാൻ വേണ്ടി ഇത് 3 ആവർത്തി കേൾക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഭാഗവതം പറയും. ഭാഗവതം ഒരേ ഒരിടത്താണ് ഇങ്ങനെ 3 ആവർത്തി മനുഷ്യൻ കേൾക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് രുക്മിണി സ്വയംവരത്തിന് അണിഞ്ഞൊരുങ്ങി പുടവ പൂജിച്ചാൽ നമ്മുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്നതാണ് നമ്മുടെ ധാരണ. അതൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രുക്മിണി സ്വയംവരത്തിന് പൂജിച്ചതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം നടക്കുമെന്നോ ഇതൊന്നും. കാരണം നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുഴുവൻ തത്വചിന്തയുടെ പാരമ്യമായിട്ടുള്ള കൃഷ്ണോപനിഷത്താണ്. അതിഗംഭീര സാധനമാണ്. ഇതൊന്നും ഇവിടെ കേരളത്തിൽ ചർച്ച തന്നെ ചെയ്യപ്പെട്ടിട്ടില്ല, ഈ കൃതിയൊന്നും. നാളെ നമ്മളത് കാണും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട്. ഒന്ന്, ഈ ദാമ്പത്യ പൊരുത്തത്തെ സ്വാമി വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതിൻ്റെ CD നിങ്ങൾക്കത് ഇവിടെ കിട്ടും. ഈ CD സ്വാമിക്ക് ബിസിനസ്സാണല്ലോ, കച്ചവടം ഉണ്ടല്ലോ, നമുക്കാകെ ഇതൊക്കെയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒരു തട്ടിപ്പ് ഏടാകൂടും നമ്മൾ ചെയ്യുന്നില്ല. ഈ CD ഇത് നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ CD പ്രൊഡക്ഷൻ, ഇതിൻ്റെ കാശ് ചിലവുണ്ട്. നമുക്കാരും ഇങ്ങനെ സ്വാമി ഇതാ CD അടിച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തരൂ, നിങ്ങൾ കുറച്ച് തന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നമ്മൾ ചെയ്തോളാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഇതിൻ്റെ ഭാഗമാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ പിറവി എന്ന് പറയുന്ന ഒരു മാഗസിൻ സ്കൂൾ ഓഫ് ഭഗവത്ഗീത മന്ത്ലി പുറത്തിറക്കുന്നതാണ്. ഇതും സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ SOBG.org എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, അല്ലാതെയും നിങ്ങൾക്ക് കിട്ടും. ചതുശ്ലോകി ഭാഗവതം, അതുപോലെ മഹാഭാരതം, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ ഒരു ബുക്ക് ഷോപ്പുണ്ട്, അവിടെ കിട്ടുന്നതാണ്. നോക്കുക. ഹരി ഓം.